ഞാൻ മസാല ദോശ എങ്ങനെയുണ്ട്? അടിപൊളി. ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ നല്ലൊരു ചൂരമീൻ അച്ചാറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ചൂരമീൻ അച്ചാറിട്ട് നോക്കിയിട്ടില്ലാത്തവർ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് കാലത്ത് എണീറ്റിട്ട് ഒരു 6 മണി, ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വരാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. രാവിലെ എന്ന് വെച്ചാൽ ഇന്നലെയും ഫുള്ളായിട്ട് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പെരയിടത്തിൽ. അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ഇൻ്റർലോക്കിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇൻ്റർലോക്കിലുണ്ടായിരുന്ന കുറേ മാത്രം പുല്ലുകൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കുറേ മാത്രം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ അതെല്ലാം അവിടെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അതിനിടയ്ക്ക് രാവിലെ ഒന്ന് ഇറങ്ങി മെനക്കെട്ട് ഒരു 10-45 മിനിറ്റ് എടുത്താണ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു വരിയത്. ഫ്രണ്ട് ഏരിയയിൽ ഇച്ചിരി കൂടുതൽ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് അടിച്ചു വരി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഫുള്ളായിട്ട് വേദന തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും വെയിറ്റുള്ള ഈ ഒരു ഈർക്കിൽ ചൂല് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ സ്ഥലം ഒരുമിച്ച് ചെയ്യുമ്പോൾ കൈവേദനയാവും. ഇനി വൈകിട്ടാകുമ്പോൾ അറിയാം ഇതിന് ബാക്കി വേദന ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. എന്തായാലും ചെയ്തത് അങ്ങ് ചെയ്തു. എനിക്ക് ചെയ്യാൻ എന്തോ ഇൻട്രസ്റ്റ് തോന്നി അങ്ങ് ചെയ്തതാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ഇത്രയും ഒരുമിച്ചൊന്നും ചെയ്യാറില്ല. രാവിലെ കുറച്ച് വൈകിട്ട് കുറച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്തിരുന്നാൽ എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെ മുടക്കാവും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ചെയ്തത്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നത്തെ ജോലിക്ക് വേണ്ടിയിട്ട് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ ഒരു ഫ്രണ്ട് ഏരിയയിലുള്ള ഒരു കുറച്ച് ഭാഗം മാത്രം വൃത്തിയാക്കുന്നേ ഉള്ളൂ. കുറേ മാത്രം കാടിങ്ങി പുറത്ത് ഇൻ്റർലോക്കിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇത് പൂത്ത് കേട്ടോ. ഇത് ഡിസംബറിൽ പൂക്കുന്ന എന്തോ ഒരു ചെടിയാണ്, എനിക്കറിയില്ല എന്താണെന്ന്. അനിയത്തിയാണ് പറഞ്ഞത് ഡിസംബറിൽ മാത്രമാണ് ഇത് പൂക്കുന്നതെന്ന്. പേരറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നിട്ട് ഇന്നിപ്പോൾ ഒരു 2-3 പൊട്ടറ്റോയും അതുപോലെ ഈ സവാളയൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ നീരൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ മോന് വേണ്ടിയിട്ട് 2 നെയ് റോസ്റ്റ് ഉണ്ടാക്കും. ഞങ്ങൾക്ക് 3 ആൾക്കും വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പൊട്ടറ്റോയും അതുപോലെ സവോളയൊക്കെ റെഡിയാക്കി എടുത്തത്. പിന്നെ എനിക്കിതുപോലെ 2-3 ചെറിയ കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാം ഞാൻ ഈ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. കാരണം സ്റ്റൗ എന്തായാലും ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ആവുമല്ലോ നമ്മൾ സാധാരണ പാത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. അതുപോലെ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അറിയാലോ, ഒരു സിലിണ്ടറിന് ഏകദേശം 1000 രൂപയാണ്. ഞങ്ങൾക്കിപ്പോൾ 980 രൂപയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അത് കുറച്ച് കുറഞ്ഞത് കൊണ്ടാണ് 1100 വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞ 1980 ആയിട്ടുണ്ട്. ഞാനിവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രൈസ് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ അറിയാവുന്നതാണ് ഒരു സിലിണ്ടറിന് എത്ര രൂപയാകുമെന്നും അതുപോലെ 1 ലിറ്റർ മണ്ണെണ്ണ വാങ്ങിയാൽ എത്ര രൂപ ആകുമെന്നും ഒക്കെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങുകയും എല്ലാം ചെയ്യുന്നത് ലേഡീസ് തന്നെയാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഏത് സാധനത്തിൻ്റെ വിലയായാലും ഒക്കെ ഏത് ചോദിച്ചാലും പറയാൻ പറ്റും. കാരണം എല്ലാം വാങ്ങുന്നത് ഞാൻ തന്നെയാണ്. വാങ്ങുന്നത് മാത്രമായാൽ പോരാ, അത് ഓരോന്നും വാങ്ങുമ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് നോക്കി തന്നെയാണ് വാങ്ങുന്നത്. അതുപോലെ ഓരോ കട ഞാൻ വാങ്ങിക്കുമ്പോൾ ചേഞ്ച് ആകുമ്പോൾ ഓരോ കടയിലെ ആ ഒരു പ്രൈസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഡിഫറൻസിനനുസരിച്ച് ഒരുപാട് കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊക്കെ 10ഉം 15ഉം അല്ല, അത്രയ്ക്ക് കൂടുതൽ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പ്രൈസ് കൂടുതൽ എടുക്കുന്ന കടകളിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മസാല ദോശയ്ക്കുള്ള ആ ഒരു പൊട്ടറ്റോ കൂട്ടൊക്കെ റെഡിയായി അടുത്ത സ്റ്റൗവിലോട്ട് ദോശയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മിക്സ് ആക്കി പെട്ടെന്ന് ആക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കറി ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നല്ല, ഇതൊരു പ്രത്യേകിച്ചൊരു കറി ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് മസാല ദോശയുടെ കൂട്ടാക്കുന്നത്. എന്നാലും ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മോന് ഞാൻ ആദ്യമേ 2 നെയ് റോസ്റ്റ് ആക്കി എടുത്തു കേട്ടോ. അവന് ഈ പൊട്ടറ്റോയുടെ കൂട്ടൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പോൾ മോള് കോളേജിൽ പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി 2 മസാല ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അവൾ ആ ഒരു ടിഫിനിൽ
കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല പാകത്തിന് വെക്കാൻ പറ്റും. അങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്ത് അവൾക്ക് 2 ആക്കി കൊടുക്കുകയാണേ. പിന്നെ അവൾക്ക് കഴിക്കാനും ഒന്ന് കൊടുത്തു. അതിന് ശേഷം ഞാൻ വീണ്ടും 2-3 കൂടെ ചുട്ടെടുക്കുകയാണേ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അതുപോലെ അവിയൽ അങ്ങനെ 1-2-3 കറികളൊക്കെ വെച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു ചൂര മീൻ അച്ചാറിടുന്നതാണ് ഇന്നിപ്പോൾ ഇക്കാക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് അച്ചാറിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ചൂര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാറിട്ടൊന്ന് കൊടുത്തു വിട്ടാൽ കുറച്ച് ദിവസം കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ചെറിയൊരു നമ്മൾ സാധാ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ചൂരമീൻ. ഒരു ഏകദേശം ഒരു 3/4 കിലോയൊക്കെ ഉണ്ടാവും. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരുപാട് പേസ്റ്റ് ആക്കിയതല്ല, കുറച്ചൊന്ന് ചതച്ചതാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ്. 1 മണിക്കൂർ ഒന്ന് നമ്മൾ ആ മിക്സ് ചെയ്ത് ആ ഒരു മീനിനെ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കണം കേട്ടോ. 1 മണിക്കൂർ അവിടെ ഇരിക്കുമ്പോൾ അതൊന്ന് റെഡിയായി വരും. അതിനുശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഏത് അച്ചാറിടുമ്പോഴും നല്ലെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ദിവസം മീനും കൂടെയാണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ ആ ഒരു നല്ലെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് നല്ലൊരു ഡീപ്പ് ഫ്രൈ ആയിട്ട് കുറച്ച് നേരം ഇട്ട് ചിക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ശേഷം എൻ്റെ സിങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കുറേ മാത്രം പാത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് കുന്നുകൂടിയാൽ പിന്നെ ആകെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ കൂടെ നിൽക്കാൻ തന്നെ അരമണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് അതിനെ ഒന്ന് കുറേ പാത്രങ്ങളാകുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാഷ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു 4-5 സ്റ്റെപ്പായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് വരിക. കാരണം എണ്ണയിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുമിച്ചിടാതെ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ഒരു കഷ്ണം എടുത്ത് തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ നന്നായിട്ട് മൂപ്പിച്ച് വന്ന് കാണുമ്പോൾ തന്നെ ഒരു ബീഫ് ഫ്രൈ പോലെ തോന്നുന്നില്ലേ? കഴിക്കുമ്പോഴും ഏകദേശം അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലെണ്ണയിൽ കിടന്ന് മൂത്ത് വന്നപ്പോൾ അതൊരു ഭയങ്കര ടേസ്റ്റാണ്. മക്കളെന്ന് പറയണ്ട, മോനങ്ങനെ ഇഷ്ടമല്ല. മോള് വന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോ പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ കുരുമുളക് പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മസാല ടിന്നിൽ എപ്പോഴും ഈ മസാലപ്പൊടികൾ ഇങ്ങനെ ഫില്ലായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുരുമുളക് പൊടി ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ കുറച്ചങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഞാൻ ഹാഫ് ഇട്ട് വയ്ക്കാറുള്ളൂ. മറ്റേ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് നിറച്ച് വയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉലുവ പൊടിച്ചതുമില്ല. ഉലുവയും കുറച്ച് വറുത്ത് പൊടിച്ചെടുത്തു. കാരണം നമുക്ക് എന്തായാലും അച്ചാറിലിടാൻ ഉലുവപ്പൊടി വേണം കേട്ടോ. അങ്ങനെ അതും പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ആ എണ്ണയുടെ ഒരു ഹാഫ് പോർഷനോളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഉണ്ട് ആ ഒരു പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ലെവൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൂടാതെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഫ്രഷ് ആയിട്ടും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. അതിനോട്ട് കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ടോളൂ കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഫ്രഷ് കറിവേപ്പില ആണെങ്കിൽ കുറേ മാത്രം കിട്ടുള്ളൂ. അതിങ്ങനെ ആ ഒരു എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു 4-5 തണ്ടങ്ങ് ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇനി നമുക്ക് ബാക്കി മുളക് പൊടികളൊക്കെ ചേർക്കണം. എൻ്റെ ഈ ഒരു ചീനിച്ചട്ടി നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടി അതുപോലെ കുറച്ച് കായപ്പൊടി ഈ 4 പൊടികളും ചേർക്കണം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ആ ഒരു പൊടികൾ ചേർക്കുവാണേ. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു ആവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. തീരെ കാശ്മീരി ചില്ലി മാത്രമല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ മുളക് പൊടി നമുക്ക് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ വീണ്ടും ഇട്ടു ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി. അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പ്, ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ്, കാരണം മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് തന്നെയാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇനി അതിലൂടെ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അത് മറക്കരുത് കേട്ടോ. ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ വിനാഗിരി ചേർക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, അതൊന്നും വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ വിനാഗിരി എന്തായാലും ചേർക്കണം. വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചിക്കി എടുത്ത ശേഷം പിന്നെ നമുക്ക് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം.
ഇതേ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്ന രീതിയിലുള്ള നല്ല ചുരുമീൻ അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 ദിവസം ഇങ്ങനെ പുറത്തൊന്ന് വെച്ചിരുന്നിട്ട് പിന്നീടാണ് ഞാനൊരു എയർടൈറ്റ് ബോട്ടിലാക്കി വെക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചിരുന്നിട്ട് അങ്ങ് കൊടുത്തേക്കും. അവിടെ ചെല്ലുമ്പോൾ പിന്നേക്ക് അത് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചോട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ബോട്ടിലൊന്നും ആക്കുന്നില്ല, ഫ്രിഡ്ജിലോട്ടും വെക്കുന്നില്ല. ഇത് പുറത്തിരുന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മീനച്ചാർ ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കോഴിക്കുട്ടന്മാർക്കുള്ള ഫുഡ് ആക്കിയിട്ടില്ല. പെട്ടെന്ന് ഞാനൊരു ഗ്ലാസ് അരി എടുത്തിട്ട് വന്നിട്ട് അത് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണെ. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒറ്റ വീസിലാക്കുമ്പോൾ അത് കോഴിക്കുട്ടന്മാർക്ക് തിന്നാനുള്ള പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അതങ്ങനെ കുക്കറിലോട്ട് വെച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ സിങ്കിനകത്ത് കുറേ മാത്രം പാത്രങ്ങളായിട്ടുണ്ട്. അത് വീണ്ടും ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഞാനിങ്ങനെ കൂടെ കൂടെ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണി കഴിയുമ്പോൾ ഈ ഒരു സിങ്കിനകത്ത് കൊള്ളാവുന്നതിൽ കൂടുതൽ പാത്രങ്ങളായിട്ടുണ്ടാവും. പിന്നെ അത് ലാസ്റ്റ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ട് പിന്നെ നിന്ന് ആ ഒരു പാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുന്നത് അത് വല്ലാത്തൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി പോകുന്നത്. അപ്പോൾ കിട്ടിയ സമയത്തിന് തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ചിരകി എടുത്തത് ബോക്സിലാക്കി വെക്കുകയാണ്. ഇന്നത്തേക്കല്ല, ഇനിയിപ്പോൾ നാളത്തേക്കോ ഈവനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ എടുക്കാമല്ലോ. പിന്നെ ഓടി വന്ന് ഞാൻ കുറേ പൂ ഞാൻ നേരത്തെ നിൽക്കുന്നത് കണ്ടായിരുന്നു, അഗസ്തി പൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇനിയിപ്പോൾ വേണ്ട. അപ്പോൾ ഇതിപ്പോൾ അങ്ങ് പറിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കാമല്ലോ. അപ്പോൾ ഇനി അല്ലെങ്കിൽ നാളെ ഇത് നിന്നിട്ട് ഫുള്ളങ്ങ് കേടായി പോകും. പിന്നെ ആ ഫ്രണ്ട് ഏരിയയിൽ വന്നപ്പോൾ ആ കാർപോസിൻ്റെ സൈഡിൽ കുറേ ഇലകൾ ഇന്നലെ ഞാൻ തന്നെയാണ് അവിടെ കൊണ്ടിട്ടത് കേട്ടോ. അപ്പോൾ അതും എടുത്തുകൊണ്ട് കളഞ്ഞു. വീണ്ടും കിച്ചണിലോട്ട് വന്നു. കിച്ചണിൽ വന്നപ്പോൾ കിച്ചൺ പണികളെല്ലാം കഴിഞ്ഞ് അടിച്ചു വാരിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പണി കഴിയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ വർക്കിംഗ് കിച്ചൺ ഫുള്ളായിട്ട് പൊടിയും അതുപോലെ ഫുഡ് വേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുകയാണ്. കൂട്ടത്തിൽ ആ മുകളിലോട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ എവിടെയൊക്കെ കുറച്ച് മറാലയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെ നമ്മുടെ വരാന്ത ഇങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്, പറയുന്നതാണ്. ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന ഏരിയയിൽ നമുക്ക് എന്നും എപ്പോഴും ഒരു ദിവസം തന്നെ 2-3 വട്ടം ഇങ്ങനെ വൃത്തിയാക്കലുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തീറ്റ മത്സരം ഉണ്ടോ എന്ന്. ഇത് എൻ്റെ മോളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവൾ കൊണ്ടുപോയ മസാല ദോശ അവർ കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് അവൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ കിച്ചണിലെ പണികളും പുറത്തെ പണികളും ഒക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ ഞാൻ മോൻ്റെ റൂമിലോട്ട് വന്ന് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ. അവൻ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട് ബെഡ്ഷീറ്റ് മാറ്റാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ബെഡ്ഷീറ്റ് മാറ്റി പുതിയതൊക്കെ ഇട്ട് കൊടുത്തു. അവൻ്റെ റൂമിലെ വിൻഡോസൊക്കെ തുറന്നിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കുക, ഇനിയിപ്പോൾ ആ ഫുഡ് കഴിക്കുക, അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഉച്ചവരെയുള്ള പണികളെല്ലാം ഏകദേശമായി. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.